36 കാണുന്നില്ല. ഇവിടെ നമ്മൾ തിരയാവുന്ന എല്ലാ സ്ഥലത്തും തിരയുന്നു സാറേ. എനിക്ക് എവിടെയാ തരേണ്ടതെന്ന് അറിയില്ല. എന്താ ഇപ്പം നമ്മൾ കാണിക്കുക? ഇത് നമ്മളെ സ്റ്റേഷനാണ് ഇതിൻ്റെ നാണക്കേട്. അതറിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു പോം വഴി പറയുന്നത്. മറ്റന്നാൾ ഓഡിറ്റിങ്ങിന് വരുമ്പോൾ അവിടെ കണക്ക് കൊടുക്കണ്ടേ? സാറേ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരാണ്? അതായത് ഇവിടുന്ന് ഈ വെടിയുണ്ട പതിവായിട്ട് എടുത്തുകൊണ്ട് പോണത് എലിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എലി തിന്നും. എൻ്റെ മന്മത, എലിയൊക്കെ എങ്ങനെയാണ് ഈ വെടിയുണ്ട തിന്നണത്? അത് സാറേ, എലി തിന്നുണ്ടോ? എലി വെടിയുണ്ട തിന്നോ? ഞാൻ പറയട്ടെ, വെടിയുണ്ടതിനായിട്ട് വലുതല്ലേ വാഷിംഗ് മെഷീൻ. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു വാഷിംഗ് മെഷീൻ കട്ടിച്ച് അങ്ങോട്ട് പൊളിച്ചു വിറ്റ. എലിയോ? പിന്നെ അത് പൊളിച്ചു വന്നിട്ട് അതിന്റെ പണിക്കാരൻ വന്നപ്പോ പറഞ്ഞു, നിങ്ങളോട് അസൂയുള്ള ആരോ ചെയ്ത് വെച്ച മാതിരി ഉണ്ട്, സകല വയറും കടിച്ചു മുറിച്ചേന്ന് പറഞ്ഞു. ഇത് പുതിയ പറഞ്ഞ മേടിച്ചു. ഒരാഴ്ചനുള്ളിൽ അതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ തുറന്ന് തിന്ന് അതിന്റെ ഉള്ളിൽ കയറി. ആ തുറന്നിട്ടാണെങ്കിലേ അത് എലി കഴിക്കൂല, തുറപ്പനായിരിക്കും. എന്നാ തുറപ്പനായിരിക്കും വെടി ഉണ്ടാവുക. തുറപ്പനായിരിക്കും. സാറ് പറഞ്ഞ ശരിയാ. ഇതിപ്പോ തുരപ്പനാണോ എലിയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മള് CC ക്യാമറ വെച്ചിട്ടില്ലേ, അതിന്റെ മുന്നിൽ 2 വെടിയുണ്ട കൊണ്ട് വെക്കുക. ഇനിയിപ്പോ എലി ആയാലും തുരപ്പനായാലും ഇത് എടുക്കാമല്ലോ. ഇത് എടുത്തിട്ട് നേരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്യുന്നു. നമ്മളിന്ന് എടുത്തുകൊണ്ട് പോയ വെടിയുണ്ട നമ്മൾ പിടിക്കുന്നു, എലിയെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ വകുപ്പിൽ 2 ഉണ്ടെങ്കിൽ കണ്ട് കാണാണ്ടാവണം. എന്നിട്ട് 38 തന്നെ നമ്മൾ പറക്കാൻ പറയണം അല്ലേ? നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും പറയും. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയും. ഇപ്പോ നമ്മുടെ നാട്ടില് ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോ ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ ആചാര വെടി വെക്കുമല്ലോ. അപ്പൊ അതിന്റെ കണക്കിന്റെ കൂടെ ഒരു 2 വെടിയും കൂടി അങ്ങോട്ട് എക്സ്ട്രാ അങ്ങോട്ട് എഴുതിയതല്ല. അതൊരു ഐഡിയ. അപ്പൊ ആ വകുപ്പിൽ വേണമെങ്കിൽ ഒരു 20 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആ പേരിൽ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 10 എണ്ണത്തിന്റെ കണക്കങ്ങോട്ട്. അതേമാതിരി ഇപ്പൊ നമ്മുടെ സർവീസിൽ ഇരിക്കുമ്പോ മരണപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഈ 3 കൊല്ലത്തിന്റെ ഉള്ളില്? സർവീസിലിരിക്കുമ്പോ നമ്മുടെ സുരേന്ദ്രൻ ഉണ്ടല്ലോ, സുരേന്ദ്രൻ സാറ്. സുരേന്ദ്രൻ സാറിന്റെ പേരിലൊരു 10 വെടി കൊണ്ട് അങ്ങോട്ട് എഴുതി വെക്കുക സാറേ. എന്താ തെറ്റ്? ആള് മരിച്ചില്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 36 ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ സാറിന്റെ പേരിൽ എഴുതി വെച്ചാ പോരെ? മൂപ്പർക്ക് വെടിയുണ്ട കച്ചവടം ഉണ്ടായിരുന്നു. ഇത് എന്തിനു കൊണ്ടുപോകുന്നതിനോട് പറയാ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ സാറേ. ഈ പറയുന്ന സംഗതികളൊന്നും നടപ്പാവണതല്ല. എന്നാ നടക്കുന്ന കാര്യം പറയും. അതേ നടക്കുന്ന കാര്യങ്ങൾ പറയും. അതായത് നമ്മൾ ഈ വെടിയുണ്ട കൊണ്ടുപോയിട്ട് സാമ്പിളായിട്ട് കൊടുക്കണം. പറയുന്നത് കേക്ക് കൊടുത്തിട്ട് കുറച്ച് പിച്ചളയും ഇരുമ്പും കൂട്ടിയിട്ട് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് ഓഡിറ്റർമാർ വരുമ്പോൾ നമ്മൾ ഈ 36 എണ്ണം അവരെ കൊണ്ട് ഉണ്ടാക്കി വാങ്ങിപ്പിച്ചിട്ട് ഇതിന്റെ കൂടെ എങ്ങോട്ട് വെക്കണം. നമ്മൾ സംഗതി ക്ലീനാക്കി. നല്ല ഐഡിയ ആണല്ലോ. അല്ല, അപ്പൊ ഇതിന്റെ പൈസ ആര് ചെലവാക്കും? പൈസ ഞാൻ ചെലവാക്കിക്കോളാം സാറേ, അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടുത്തെ റൈറ്റർ ആണല്ലോ. 2 മാസം ശമ്പളം പോയാലും എനിക്ക് പ്രശ്നമില്ല. ഉണ്ടാക്കാൻ എന്റെ അമ്മയുടെ വേണ്ട. എവിടെ? കുന്നംകുളത്തേ. കുന്നുകുളത്തോ? അവർക്ക് എന്താണ് നെട്ട് ബോൾട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ലെയ്ത്ത് വർക്ക്. അങ്ങനെയാണെങ്കിൽ 36 ആക്കേണ്ട ഒരു 50 ഉണ്ടായിക്കോട്ടെ. അങ്ങനെ 50 എപ്പോഴെങ്കിലും ഒരു 10 മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാലോ. എന്നാലും തീരെ വൈകിക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ പോയിക്കോളൂ. ജീപ്പ് എടുത്തോളൂ. ജീപ്പ് വേണ്ട സാറേ. ജീപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാരാണെന്ന് അറിയില്ല. ശരി, അത് വേണ്ട. മഫ്റ്റിയിൽ പോയാൽ മതി, ബസ്സിൽ പോയാൽ മതി. കോയിനെ കൂട്ടിക്കോ. ഞാൻ പോണം. കോയിൻ പോണം. നാളെ തന്നെ സാധനം എത്തിക്കണം. മറ്റന്നാൾ ഓഡിറ്റിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വരാം. വേണ്ട, ഇജ്ജ് പോണ്ട. ഇവർ 2 കൂടി പോട്ടെ. കാര്യം നടക്കട്ടെ. ഇങ്ങോട്ട് നിൽക്കുക. നിങ്ങൾ പോയിക്കോ. ശരി. അപ്പോഴാണ് സമാധാനമായതിന്റെ പടച്ചോനെ. മനോദ, ഈ പോകുമ്പോഴേ നമ്മുടെ ഉണ്ണിനോടൊരു ചായ കൊണ്ടുവരാൻ പറയും. മനസ്സമാനായിട്ടൊരു ചായ കുടിക്കട്ടെ. ഉണ്ടാവണം സാറേ? ഉണ്ടെങ്കിൽ ഒരു ഉണ്ട എടുത്തോട്ടെ. ഇനിയിപ്പോൾ ആ ഉണ്ടയൊക്കെ കഴിച്ചിരിക്കാനേ പറ്റും. ബാക്കിയുള്ള ഉണ്ടൊക്കെ നാളെ വരുമല്ലോ. അച്ഛല്ലേ?